പല സ്ഥാപനങ്ങളിലും കൂടുതൽ ആൾക്കാരും താൽക്കാലിക ജീവനക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നത്. PSC പോലെയുള്ളൊരു ബോർഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷര സംസ്ഥാനം എന്ന് സംസാരിക്കുന്ന കേരളത്തിലെ അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം നിൽക്കെ താൽക്കാലികക്കാരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. ഒരു ഡൗട്ട് വെച്ചോട്ടെ, കേരളത്തിലാകെ എത്ര ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഉദ്ദേശം? ഏകദേശം കേരളത്തിൽ ഒരു 4 ലക്ഷം പേരാണ്. 5,40,000 ആൾക്കാർ. 5,40,000. ഓക്കെ, എത്ര താൽക്കാലിക ജീവനക്കാർ ഗവൺമെന്റ് സർവീസിലേക്കാണ്? അതൊരു ഉദ്ദേശം പറഞ്ഞാൽ മതി. ഒരു 10,000 പേരാണ്. അല്ല. 20,000 അല്ല. 30 അല്ല. മാക്സിമം 40 പേരാണ്. അല്ല, ഡേറ്റ 1,17,000 ആൾക്കാരാണ്. അതായത് ഞാൻ ഈ പോഡ്കാസ്റ്റിനായിട്ട് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയായിരുന്നു. 2020 വി ഡി സതീശൻ കൊടുത്ത RTIക്ക് വന്ന റിപ്പോർട്ട് ഇതാണ്. 1,10,000. ഞാൻ ഈ വി ഡി സതീശന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയുന്നല്ലോ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഏത് ഗവൺമെന്റ് വന്നാലും സിസ്റ്റമാണ് അവിടെ മാറേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ 1,17,000 ആൾക്കാരാണ് താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നത് 2020. ഓക്കെ, ഈ 1,17,000 എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര മാത്രം വലിയൊരു ആൾക്കാരാണ്. മീൻസ് അവിടെ ഞാൻ ചിന്തിച്ചപ്പോൾ LD ക്ലർക്ക് എടുക്കുകയാണ്. ഇപ്പോൾ LD ക്ലർക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നാൽ എത്ര നിയമനം നടക്കും? മാക്സിമം 10,000 അത്രേ ഉള്ളൂ. എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ എടുത്താലും എത്ര നിയമനം നടക്കും? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലാതെ 1,500 നിയമനം നടക്കും. അപ്പോൾ SI എത്ര നിയമനം നടക്കുന്നു? 100. CP എത്ര നിയമനം നടക്കുന്നു? അപ്പോൾ ഇത് നോക്കുമ്പോൾ 1,17,000 ആൾക്കാർ താൽക്കാലിക സർവീസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയതും പല സ്ഥാപനങ്ങളിലും കൂടുതൽ ആൾക്കാരും താൽക്കാലിക ജീവനക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കാം. ഫസ്റ്റ് നമ്മുടെ മുമ്പിലുള്ളത് KSRTC എടുക്കാം. സോ KSRTCയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല. അതായത് ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ KSRTC എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് നിയമനം നടക്കാൻ പോകുന്നില്ല. അപ്പൊ അവിടെ ഇപ്പോ KSSWIFT ആയി. അവിടെ KSSWIFT ആയിട്ട് ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, ഇവരെല്ലാം താൽക്കാലികമായിട്ടാണ് എടുത്തത്, കോൺട്രാക്ട് ബേസിലാണ് എടുക്കുന്നത്. അപ്പൊ KSRTC അങ്ങനെ. ഇനി അത് കഴിഞ്ഞ KSEB. ഇപ്പൊ KSEB ഒന്ന് അന്വേഷിച്ചാല് ഇപ്പൊ ഒരു ആള് വീട് വെക്കണമെന്ന് സങ്കല്പിച്ചോ, അയാൾക്ക് പുതുതായിട്ട് ഒരു കറണ്ട് കണക്ഷൻ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 1-2 പോസ്റ്റ് അവിടെ ആവശ്യം വരും. അപ്പൊ പുള്ളി കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഇത് ചെയ്യുന്നത് അവിടെ സർവീസിലുള്ള ആൾക്കാരല്ല, കോൺട്രാക്ട് കൊടുത്തേക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെയും ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഡ്രൈവർ അടക്കം, ഓടുന്ന വണ്ടി അടക്കം ഫുള്ള് കോൺട്രാക്ട് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് KSEB അങ്ങനെ പോയി. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ HSA ടീച്ചർമാർ. തീർച്ചയായിട്ടും. ഓക്കെ, അവിടെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സാറേ. അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ ആളുകൾ താൽക്കാലികക്കാരായിട്ട് ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതെ, അതേപോലെ നമ്മുടെ സ്കൂളുകളിൽ ഏതാണ് മാനേജ്മെന്റ് സ്കൂളുകൾ. അതായത് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒന്നാലോചിച്ചൊക്കെ, മാനേജ്മെന്റ് സ്കൂളുകളിൽ ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് അവിടെ ഒരു അധ്യാപകർക്ക് ചാൻസ് കൊടുക്കുന്നത്. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ അത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ സാലറി കൊടുക്കുന്ന ആരാണ്? ഗവൺമെന്റാണ് സാലറി കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ടും ഈ ഇത്രയും ലക്ഷം രൂപ കൊടുത്താണ് ഓരോരുത്തരും കയറുന്നത്. അപ്പൊ ഈ പഠിച്ചവരാരായി? തീർച്ചയായും എത്ര പേര് BEdും MEdും അതേ കണക്ക് തന്നെ MSc നെറ്റ് സെറ്റ് ബാക്കിയുള്ള എടുത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കൊരു ചാൻസ് വേണ്ടേ? ഓക്കെ, അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് KMML എടുക്കുകയാണ്. ഒരുപാട് പേര് കോൺട്രാക്റ്റിൽ കയറുന്നുണ്ട്, ഡ്രൈവർമാരടക്കം എല്ലാവരും കോൺട്രാക്റ്റിൽ കയറുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവൻ സെക്രട്ടേറിയറ്റിൽ എടുത്താൽ പോലും അവിടെ താൽക്കാലികമായിട്ട് സർവ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റികൾ ഉണ്ടല്ലോ, സഹകരണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവിടെയൊക്കെ പലപ്പോഴും പാർട്ടി അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് പലർത്തും നിയമനങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയും ഒരു മെറിറ്റ് അടിസ്ഥാനം എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അതായത് PSC പോലെയുള്ള ഒരു ബോർഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്രയും സാക്ഷരരായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷര സംസ്ഥാനം എന്ന് സംസാരിക്കുന്ന കേരളത്തിലെ അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഔചിത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും പേര് PSC പഠിക്കുന്നുണ്ട്, ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടന സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം നിൽക്കെ താൽക്കാലികക്കാരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. 5-1 പേരിൽ കൂടുതൽ താൽക്കാലികർ കേരളത്തിലുണ്ട്. അതാണ് 5,40,000 സർവീസിലുണ്ട്, 1,17,000 പേര് താൽക്കാലികം ഇടിച്ചിരിക്കുന്നു, 5-1 ആൾക്കാർ താൽക്കാലികം. ഉണക്കും. അവിടെയും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ അതിന്റെ ഒരു ഭീകരത എന്താണെന്നറിയാം? ഇപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം കഴിഞ്ഞായിരുന്നു, ഗുരുവായൂർ ദേവസ്വം ബോർഡ് 7th പാസ് ക്വാളിഫിക്കേഷൻ പരീക്ഷ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ സാനിറ്റേഷൻ വർക്കർ, അതേപോലെ തന്നെ വാച്ച്മാൻ കാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ 7th പാസ് ക്വാളിഫിക്കേഷൻ ഒക്കെ അതിന്റെ റൂം പോയി അതൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വന്നു, കോടതി പറഞ്ഞു എത്രയും പെട്ടെന്ന് നിയമനം നടക്കണം. അങ്ങനെ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചു, എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ താൽക്കാലിക ജീവനക്കാർ കൊണ്ട് കേസ് കൊടുത്തു. അവിടെ ഇപ്പോൾ സ്റ്റേ ആയിട്ട് നിൽക്കുന്നു, ഒരു തീരുമാനമാവാതെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുട്ടികളുമുണ്ട്, ഒന്നാലോചിച്ചൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുമുണ്ട്, ഹൈക്കോർട്ടിലും ബാക്കി കോടതികളിലും കൊണ്ട് കേസ് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ.
അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹൈക്കോർട്ടിലൊരു കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിലും എത്ര ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സംഭവം എന്നറിയാം. പിള്ളേരെ സംബന്ധിച്ച് വഹിക്കാൻ പറ്റത്തില്ല, അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ കഷ്ടപ്പെട്ട് പഠിക്കുകയും വേണം, ഇതിന്റെ പുറകെ നടക്കുകയും വേണം. ഇതൊക്കെ എന്താണ് കാരണം? താൽക്കാലികമായിട്ടുള്ള. ഇപ്പം താഴെ കമന്റ് വരാം, താൽക്കാലിക ജീവനക്കാർ മനുഷ്യരല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഡൗട്ട് വെച്ചു, പഠിച്ചിറങ്ങുന്നവന്മാര് മനുഷ്യരല്ലേ? അങ്ങനെയാണെങ്കിൽ PSC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആവശ്യമില്ല ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും താൽക്കാലികരായിട്ട് നിയമിച്ചാൽ മതി. അപ്പൊ ഈ PSC എന്ന് പറയുന്ന ഒരു പ്രഹസനം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് അവിടെ പ്രസക്തമായ കാര്യം. അല്ല, അവിടെ താൽക്കാലികരായിട്ട് ജോലിക്ക് കയറുന്നവർ മനുഷ്യരല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട്. അവർക്കൊരു കോൺട്രാക്ട് ബേസിസിലാണ് അവരെ കയറ്റിയത്. ഒരു കോൺട്രാക്ട് ബേസിസ് ഇങ്ങനെയാണ് കോൺട്രാക്ട് ബേസ് വരുന്നത്. അതായത് 6 മാസം അല്ലെങ്കിൽ 179 ദിവസം, അങ്ങനെയാണ് നിയമം നടക്കുന്നത്. ഇത് വീണ്ടും നീട്ടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് നീട്ടി കൊണ്ടുപോകുമ്പോൾ സത്യത്തിൽ ആരുടെ അവസരമാണ് പോകുന്നത്? ഒരു കുട്ടിയുടെ അവസരമാണ് പോകുന്നത്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവസരമാണ് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം വന്നേക്കാം, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്, ഇവിടെ മാത്രമല്ലല്ലോ. അപ്പൊ അവിടെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ മറ്റൊരു സംസ്ഥാനം എടുക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു ഗവൺമെന്റിനെതിരായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. താഴെ ഒരിക്കലും അങ്ങനെ ഒന്ന് കമന്റ് ചെയ്തരുത്. ഇത് കേരളം ഒരു പാർട്ടി മാത്രം ഭരിച്ചൊരു സംസ്ഥാനമല്ല, 2 പാർട്ടി മാത്രമല്ല. ഓക്കെ, ആരും ആയിക്കോട്ടെ, എക്സ് എന്നൊരു സാധനം ആയിക്കോട്ടെ. അവിടെ കേരളത്തിലെ ഒരു കുട്ടിക്ക് മുമ്പിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ തമിഴ്നാട് എടുക്കുകയാണ്, തൊട്ടടുത്തൊരു സംസ്ഥാനം തമിഴ്നാട്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ തമിഴ്നാട് എടുക്കുന്നു. അപ്പൊ തമിഴ്നാട്ടില് എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുകയാണ്, എടാ എവിടെ വർക്ക് ചെയ്യുന്നു? അവൻ പറയും, ഞാൻ അശോക് ലൈലാൻഡിൽ വർക്ക് ചെയ്യുന്നു, മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നു, നിസാനിൽ വർക്ക് ചെയ്യുന്നു, ഹിന്ദുജ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ഇവൻ ഐഫോണിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരെ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് കർണാടകത്തിലെ ഒരു ഫ്രണ്ടിനോട് വിളിച്ച് ചോദിക്കുകയാണ്, ബാംഗ്ലൂരിലെ ഒരുപാട് കമ്പനികളുടെ പേര് അവന് പറയാൻ പറ്റും. ഓക്കെ, കർണാടക ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. തെലങ്കാന എടുക്കുകയാണ്, തെലങ്കാനയിലും കിറ്റെക്സ് വരെ പോയി അവിടെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി കമ്പനികളോട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റീസൺ ഞാൻ നിഷേധിക്കുന്നില്ല. മഹാരാഷ്ട്ര എടുക്കുകയാണ്, ഒരുപാട് കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ ഗുജറാത്ത് എടുക്കുകയാണ്, ഒരുപാട് കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഉത്തർപ്രദേശ് എടുക്കുകയാണ്. UP-ൽ പോലും ഇപ്പോൾ സ്വകാര്യ മേഖല ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടാവും. നമ്മളിത് സംസാരിക്കുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ ജോബിനൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചുറ്റും 50 പേരിൽ കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? വളരെ കുറവാണ്. തീർച്ചയായിട്ടും കുറവാണ്, ശരിയല്ലേ? ഒരു മുട്ടുസൂചിയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേര് തൊട്ടടുത്ത് ഒന്ന് പറഞ്ഞു തന്നെ. 5 കമ്പനിയുടെ പേര് ബുദ്ധിമുട്ടാണ്. അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് അവസരമുള്ളത്? തീർച്ചയായിട്ടും. അല്ലെ, ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു? അവസരം കുറവാണ്. അപ്പോൾ ഇവിടെ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് പറയുമ്പോൾ അടുത്തൊരു കമന്റ് വരാം, ഇന്ത്യയിലെ ഏറ്റവും അധികം ആൾക്കാർക്ക് നിയമനം കൊടുത്തത് ഇന്ത്യയിലെ ഏറ്റവും അധികം ആൾക്കാർക്ക് നിയമനം കൊടുത്തത് PSC ആണ്. അപ്പോൾ അവരെങ്ങനെ പറയാം? അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ബാക്കിയുള്ള സ്ഥലത്ത് സെൻട്രൽ ഗവൺമെന്റിലും വലിയൊരു അവസരം. അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ PSC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ കിടക്കുന്ന വേക്കൻസികൾ നമ്മൾ മാറ്റിവെച്ചു. ഇനി മറ്റൊരു സംസ്ഥാനം, വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം എടുത്തു, ആ സംസ്ഥാനത്തിൽ PSCക്ക് കീഴിൽ കിടക്കുന്ന പോസ്റ്റുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ PSCക്ക് കീഴിൽ കിടക്കുന്ന പോസ്റ്റുകളുടെ വളരെ തുച്ഛമായ പോസ്റ്റുകൾ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിൽ. ബാക്കിയൊക്കെ എങ്ങനെയാണ്? അതത് ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. തീർച്ചയായിട്ടും. പോലീസ് ആണെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ബോർഡ്. അങ്ങനെ ഓരോ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് ബോർഡ് ഇട്ടിട്ട് ആ ബോർഡാണ് എക്സാം നടത്തുക. അപ്പം ഈ പറയുന്ന കേരള PSCയുടെ കീഴിലുള്ള മുഴുവൻ പോസ്റ്റുകളും കൂടി എടുത്ത് അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഉള്ളതിനെക്കാട്ടി കൂടുതൽ വേക്കൻസികൾ അവിടെ ഇല്ലാതെന്നുണ്ടായിരിക്കാം. അപ്പൊ PSC ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് സംവിധാനം? ഒരുപാട് പോസ്റ്റുകൾ കേരള PSCയുടെ കീഴിലാണ് കിടക്കുന്നത്. അപ്പൊ ആ കണക്ക് വെച്ചിട്ടാണ് പലപ്പോഴും സംസാരങ്ങൾ നടക്കുക. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നല്ല കമന്റുകൾ വന്ന് നിറയാൻ സാധ്യതയുണ്ട്. എതിർപ്പായിരിക്കും. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്ന് പറയുമ്പോഴേ അവിടെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഞാനിത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോഡ്കാസ്റ്റിന് മുമ്പ് ഒരുപാട് റിസർച്ച് ചെയ്യുമല്ലോ. ഞാൻ എന്റെ വീഡിയോസ് മൊത്തം നോക്കിയപ്പോൾ വിരലിലെണ്ണാവുന്ന വീഡിയോസ് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതാ ഈ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, ഒരാളും അഡ്രസ് ചെയ്യുന്നില്ല, ഒരു കോച്ചിങ് സ്ഥാപനങ്ങളും അഡ്രസ് ചെയ്യുന്നില്ല, ആരും അഡ്രസ് ചെയ്യുന്നില്ല. സത്യത്തിൽ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സാധനം തന്നെ. ആരെങ്കിലും ഒരാൾ ചോദിക്കണ്ടേ? അവിടെ ഇത് പൊങ്ങി വരുന്ന എപ്പോഴാണെന്ന് അറിയുമോ? 2022 വന്ന CPO പരീക്ഷയുടെ സമയത്ത് നിയമനം നടക്കാതായപ്പോൾ സമരം ഉണ്ടായിരുന്നു. അതേപോലെ പോലീസ് സബ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായപ്പോൾ സമരം ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ ചില സന്ദർഭങ്ങളിൽ ചില കുട്ടികൾ സമരവുമായിട്ട് രംഗത്ത് വരും. അപ്പൊ ആ സമയത്ത് ചർച്ചയാകുമ്പോഴായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നൽകുന്ന കേരള PSC എന്ന് പറയുന്ന ഒരു വർണ്ണന അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ആക്ച്വലി അത്
ഒരു കണക്കിന് കണ്ണിൽ പൊടിയിടുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത്രയും താൽക്കാലിക നിയമനങ്ങൾ ഇപ്പുറത്ത് നടക്കുമ്പോൾ അതിനെ കൂടി ഒന്ന് PSCയിലേക്ക് കൊണ്ടുവന്നാൽ ആക്ച്വലി മാതൃകാപരമായിട്ടുള്ള കുറെ അധികം കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ എന്താണ് സാക്ഷാത്കാരം പ്രകാശം വരുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. കാരണം സാറേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ PSC പോലെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി അത്ര ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ നിൽക്കുന്ന ഒരു ഒട്ടുമിക്ക കുട്ടികളും, അതായത് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ അവർ വിദേശത്തേക്ക് കയറും ആണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ കുറെ അധികം ആളുകൾക്ക് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുണ്ടെങ്കിൽ അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങും. പിന്നെയും കുറേ കുട്ടികൾക്ക് സാമൂഹിക സേവനം അല്ലെങ്കിൽ അവർ കുട്ടിക്കാലം തൊട്ട് തന്നെ കണ്ടുവന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു പറ്റം പാവപ്പെട്ട കുട്ടികളുണ്ട്. സത്യത്തിൽ ഈ കുട്ടികൾ വഞ്ചിതരാകുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് തന്നെയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് നമ്മളല്ലെങ്കിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതിന് കണ്ണ് തുറക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അതായത് ഏതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ ഗവൺമെന്റ് ആദ്യം ഗവൺമെന്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഇത്ര നിയമനം നമ്മൾ കൊടുക്കും, ഇത്ര നിയമനം ഇന്ന സ്ഥലത്ത് വേക്കൻസി വരും, ഇത്ര നിയമനം നമ്മൾ കൊടുക്കും, ഇത്ര കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഗവൺമെന്റ് ചെയ്താലും എത്രത്തോളം ആൾക്കാരുടെ ലൈഫിൽ പ്രകാശം എത്തിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അതൊരു മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല എനിക്കിവിടെ പറയേണ്ട മറ്റൊരു കാര്യം, 2 കാര്യങ്ങളാണ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ പറഞ്ഞ കണക്ക് തന്നെ താൽക്കാലിക നിയമനം. 2, കോവിഡ് കാരണം ഒരുപാട് എക്സാംസ് നടക്കാതെ പോയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റ് തീർച്ചയായിട്ടും ജനക്ഷേമപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പെൻഷൻ കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ ഭയങ്കര ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഓക്കെ, താഴെ ഇപ്പോൾ ചിലപ്പോൾ VG പോകുന്നെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന് ഈ ഒരു കാര്യം കൂടെ ചെയ്യാമായിരുന്നു. ഒരു തവണത്തേക്ക് ഇപ്പോൾ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻസിൽ ഒരു 3 വർഷം ഇളവ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു മാറ്റം എത്തിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കിപ്പോഴും ഞാൻ ഈ പറയുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇത് കാണുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിലും തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് ഈ ഒരു കാര്യം ചെയ്താലും ഒരുപാട് പേരുടെ ലൈഫിൽ ഗവൺമെന്റിന് പ്രകാശം എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വരാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ്സ് ഇട്ടേക്കുക. താങ്ക് യു.